ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ ശബരിമല ദർശനത്തിന് പോലീസ് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് 4 യുവതികൾ നൽകിയ ഹർജിയും ചിത്തിരാട്ട വിശേഷത്തിനിടയിൽ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് തൃശൂർ സ്വദേശിനി നൽകിയ ഹർജിയും ഇതോടൊപ്പം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം ശബരിമല നിരീക്ഷക സമിതി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടും ഹൈക്കോടതി പരിഗണിക്കുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണമായി നിരീക്ഷക സമിതി ചൂണ്ടിക്കാട്ടുന്നത് തന്നെ. നിലവിലുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള സ്ത്രീ പ്രവേശനം സാധ്യമാകണമെങ്കിൽ തന്നെ നിരവധിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയിൽ ഒരുക്കേണ്ടതുണ്ടെന്നാണ് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയിട്ട് ചുരുങ്ങിയത് 1 വർഷമെങ്കിലും വേണ്ടിവരുമെന്നുമാണ് സമിതി ചൂണ്ടിക്കാട്ടുന്ന സമയവും. പമ്പ മുതൽ സന്നിധാനം വരെ കാനനപാതയിലും പരമ്പരാഗത പാതയിൽ സ്ത്രീകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന് സമിതി ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ ടോയ്ലറ്റ് അടക്കം മറ്റു സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ വിശദമായി പറയുന്നു. കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട പിന്നീടുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുന്നുണ്ട്. യുവതികൾക്ക് 4 മക്കയിലുള്ള പോലീസുകാർ അകമ്പടി പോയി എന്നും VIP ഗേറ്റ് വഴി യുവതികൾ മല കയറിയത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണെന്നുമുള്ള പോലീസ് റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതും കോടതിയുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സ്ത്രീ പ്രവേശനം സാധ്യമാകണമെങ്കിൽ വേണ്ടിവരുന്ന സമയമാണ് ഇവർ നിരീക്ഷക സമിതി ചൂണ്ടിക്കാട്ടുന്നത്.